ഹായ്. ഇന്നലെ ഛത്തീസ്ഗഡിൽ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ 3 കന്യാസ്ത്രീകൾ പോലീസിൽ പിടിയിലായി. ടിടിആറിന് സംശയം തോന്നിയപ്പോൾ അവരുടെ ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ അവർക്ക് നേരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്ന് മനുഷ്യക്കടത്ത്, രണ്ടാമത് മതപരിവർത്തനം. ഈ 2 കേസിലും അവർക്ക് സംശയം തോന്നിയപ്പോഴാണ് ടിടിആർ പോലീസിനെ വിവരമറിയിക്കുകയും അതേ തുടർന്ന് പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് ഒന്ന് നോക്കാം. ജൂലൈ 26, 2025 ആഗ്രയിൽ ഛത്തീസ്ഗഡ് സിസ്റ്റേഴ്സ് പ്രീത മേരി ആൻഡ് വന്ദന ഫ്രാൻസിസ് എന്നിവർക്കൊപ്പം 3 യുവതികൾ, അതായത് 19 വയസ്സിനും 22 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 3 യുവതികൾ ദണ്ഡേവാഡ ഛത്തീസ്ഗഡ് വഴി ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇവർ യാത്ര ചെയ്ത ട്രെയിനിലെ ടിക്കറ്റ് പരിശോധിക്കാൻ ടിടിആർ വരികയും ഇവരുടെ ഈ കൂട്ടമായ യാത്രയിൽ സംശയം തോന്നുകയും ചെയ്തപ്പോൾ ഉടനെ തന്നെ അടുത്ത സ്റ്റേഷനിൽ നിന്നും ബജ്രംഗ് ദൾ പ്രവർത്തകർ ഈ ട്രെയിനിലേക്ക് കയറുകയും അവർ പോലീസിൽ പരാതിപ്പെടുകയുമാണ് ചെയ്തത്. സംശയമാസ്പദമായ രീതിയിൽ പിടിക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നേരെ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം ഇതാണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആക്ട് ആൻഡ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആക്ട് ഛത്തീസ്ഗഡ് പ്രകാരമാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. 19 വയസ്സിലും 22 വയസ്സിലും പ്രായമുള്ള യുവതികൾ കൂടെ സഞ്ചരിച്ചുവെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. ഇനി അവരുടെ പക്കൽ മതിയായ രേഖകൾ ഉണ്ടായിരുന്നുവെന്നാണ് കന്യാസ്ത്രീകളുടെ വാദം. അതേപോലെ അവരുടെ മാതാപിതാക്കളുടെ അനുമതിയോട് കൂടിയാണ് അവര് ഈ ട്രെയിൻ യാത്രയ്ക്ക് മുതിർന്നതും എന്നാണ് അവര് പറയുന്നത്. ഇനി നമുക്ക് യുവതികളുടെ മൊഴി ഒന്ന് പറയാം. ഞങ്ങൾ സ്വമേധയാ പോയതാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആരും ബലം പ്രയോഗിച്ചു പോയതല്ല. ഇതാണ് യുവതികളുടെ മൊഴി. ഇനി ഇതിനെക്കുറിച്ചുള്ള എന്റെ പ്രതികരണം ഇതിന്റെ അവസാനം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇനി സീറോ മലബാർ സഭ ഇതിനെതിരെ പ്രതികരിച്ചത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇത് വെറും ഒരു സേവനാപരമായ യാത്രയാണ്. വെറും മനുഷ്യത്വം മാത്രം പ്രദാനം ചെയ്യാൻ പറ്റിയ ഒരു യാത്രയായിരുന്നു ഇതെന്നാണ് അവര് വാദിച്ചേക്കുന്നത്. പ്രത്യേകമായ ഒരു മൗലിക സംവേദനങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടാണ് ഇത് ഇത്ര കലുഷിതമായത് എന്നാണ് അവര് പറയുന്നത്. അപ്പോൾ പിടിക്കപ്പെട്ടതല്ല അവരുടെ കുറ്റം. പിടിക്കപ്പെട്ടത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇതിൽ ഇടപെട്ടതാണ് അവരുടെ പ്രശ്നം. ഇവര് ചെയ്യുന്ന മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് കൂടി നമുക്ക് നോക്കാം. അതായത് ആദിവാസി സമൂഹത്തിന് വേണ്ടിയിട്ട് ഇവര് മരുന്നുകൾ പ്രദാനം ചെയ്യുന്നുണ്ട്, അതേപോലെ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നുണ്ട് എന്നാണ് ഇവരുടെ വാദം. എന്തായാലും ഇവർ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ അതോ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ കേസിൽ തെളിവുകൾ അധികം ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിൽ മൂല്യനിർണ്ണയം നടത്താൻ പറ്റാത്തത് കൊണ്ടും നമുക്ക് കൂടുതലായിട്ട് ഈ കേസിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ കഴിയുകയില്ല. കാരണം കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രതികരണമാണ് ഞാനിവിടെ പറയുന്നത്. മനുഷ്യത്വപരമായിട്ട് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ ഇടയ്ക്ക് മതപരിവർത്തനം എന്നൊരു സംഭവം നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. തെറ്റ് തന്നെയാണ്. അതിനെ തെറ്റല്ലാന്ന് ന്യായീകരിക്കാനൊന്നും ആർക്കും പറ്റുകയില്ല. വിധി പോലെ വരട്ടെ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് തെളിയിക്കട്ടെ.